അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ധാരാളം പ്രോട്ടീനും പോഷകങ്ങളും നിറഞ്ഞ ചക്കക്കുരു വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ഇതായി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കയ്യിൽ ചക്കക്കുരു ഉള്ളത് അത്രയും എടുക്കാം. ഞാനിപ്പോൾ 40 ചക്കക്കുരു ആണ് എടുത്തിട്ടുള്ളത്. ഈ ചക്കക്കുരു നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ അടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുട്ടെടുത്താലും മതി. ഇനി ഈ ചക്കക്കുരു ഒരു ഇരുമ്പിന്റെ കടായിലോ ഏതെങ്കിലും ഒരു കടായിൽ വെച്ചിട്ട് നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പൊ ഇതിന്റെ നിറമൊക്കെ മാറി കറുത്ത ഒരു ഷെയ്ഡ് വരും അവിടെ ഇവിടെ ആയിട്ട്. അതുവരെയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, എന്നാൽ പിന്നെ ഉള്ളു വെന്ത് കിട്ടില്ല. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ കണ്ടില്ല, കറുത്ത ഷെയ്ഡ് അവിടെ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് മാറി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ പൊളിഞ്ഞ് കിട്ടും. നമ്മൾ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ ആയി കിട്ടും. ഇനി തൊലി മാറ്റിയ ചക്കക്കുരു എല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ അതാ ചക്കക്കുരു പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുക്കാനായിട്ട്. തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല, എന്നാൽ പൊടിഞ്ഞു കിട്ടുകയും വേണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു കടായി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അവലാണ്. വെള്ള അവലോ ചുമന്ന അവലോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. മട്ട അവലാണ്. ഇനി അവലൊന്ന് നമുക്ക് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ അത് അവല് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞു വരണം, അത്രയും വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് മാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ അത് അവല് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അവല് പൊടിച്ച അതേ ജാറിൽ തന്നെ കുറച്ച് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് ചിരകിയ തേങ്ങയാണ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കുക. 2 കപ്പാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 250 ml കപ്പിന് 1.5 കപ്പ് ചിരകിയ തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിന് പൊടിച്ചെടുക്കാം. ഇനി ഒരു കടായി എടുക്കുക. പൊടിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു 2 ബാച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാമേ. ഞാൻ ഒരുമിച്ചിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു തേങ്ങയുടെ ആ ഒരു നനവ് മാറി കിട്ടുന്നവരെ ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ചക്കക്കുരു പൊടിച്ചതും തേങ്ങയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്ത് ആ തേങ്ങയുടെ നനവൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഒരുപാടിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ്. നമ്മൾ ഏത് കപ്പിലാണോ അവലൊക്കെ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെയാണ് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.25-1.5 കപ്പോ വരെ ശർക്കര എടുക്കാവുന്നതാണ്. ശർക്കരയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായി എല്ലാം ഒന്ന് മിക്സായി യോജിപ്പിച്ചിട്ടണം. അപ്പോൾ അതെല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള നെയ്യാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കുറച്ച് ലൂസ് ആയിട്ടുള്ള നെയ്യ് ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചക്കക്കുരു പൊടിച്ച സമയത്ത് ഏലക്കയും കൂടെ ചേർത്തിട്ട് തൊണ്ട് മാറ്റിയിട്ട് തരി മാത്രം ചേർത്ത് പൊടിച്ചാലും മതി. പിന്നെ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് സിമ്പിൾ അല്ലേ, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂട് ഒരുപാട് അങ്ങ് മാറരുത്. ചെറിയൊരു ചൂടോട് കൂടി നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഈ ഒരു രീതിക്ക് ഉരുട്ടിയെടുക്കാം.
അപ്പോൾ നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടുള്ള ലഡു ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പ്രോട്ടീൻ നിറഞ്ഞ ലഡുവാണ്. അപ്പോൾ നമ്മൾ വെറുതെ കടയിൽ നിന്നും ലഡു ഒക്കെ വാങ്ങാതെ ഇതുപോലെ വീട്ടിൽ തന്നെ ചക്കക്കുരു ഉള്ള സമയത്ത് ഇതുപോലെ ലഡു തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു അല്ലേ. ഒരുപാട് പോഷകങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ലഡു തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. 2-3 ദിവസമൊക്കെ പുറത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലും നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അത്ര നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചക്കക്കുരു വെച്ചിട്ട് ഒരു ലഡു തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്